ഹലോ ഗായ്സ്, രാവിലെ 5 മണിക്ക് തന്നെ എണീച്ച് കുളിച്ചതിനൊക്കെ ശേഷം നേരെ മാത്സ് പഠിക്കാനിരുന്നത്. ഇന്നലെ ഒരു ക്ലാസ് മിസ്സായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞായിട്ട് DDP ഒക്കെ അങ്ങനെ ഇതെടുക്കുകയാണ്. അങ്ങനെ കുറേ ചെയ്യാൻ കിട്ടുന്നുണ്ടായിരുന്നു. അതിന് ശപ്പത്തിന് ഒരു 6 മണിയൊക്കെ ആയി. ആ മാത്സ് ചെയ്തുമ്പോൾ ഒരു ട്രിക്കാണ് ഇതേപോലെ കള്ളി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണ് അത് കിട്ടിയെന്നുള്ളത് ചെയ്തത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഹിസ്റ്ററി ഒക്കെ എന്താ പറയുക, കുറച്ച് പ്രിബോണിക് പ്ലാഗ് ബാക്ക് ദത്ത് ആ ഭാഗമൊക്കെ ഇങ്ങനെ പഠിക്കാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ വെറും ഇരുന്ന് പഠിക്കല്ലോ കേട്ടോ. ഞാൻ നല്ല രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ വെക്കേഷൻ സമയത്ത് തന്നെ ഇത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ചില ഡ്രാമ ആനിമ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണലുണ്ട്. അപ്പോൾ പിന്നെ അതിനുശേഷം കുറേ ജിയോഗ്രഫി കുറച്ചൊക്കെ പഠിക്കാണ്ട്. അങ്ങനെ ഹിസ്റ്ററിയിൽ കുറച്ച് പാട്ട് ആദ്യം റിവൈസ് ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റിവൈസ് ആക്കി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹിസ്റ്ററി പഠിക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ സെൽഫിനോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതിന് നമുക്ക് മനസ്സിലാവണം, ആദ്യം ടോപ്പിക് എന്നാൽ നല്ല രീതിയിൽ മനസ്സിലാവണം, എന്നാലും ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ജിയോഗ്രഫിയാണ് എടുത്തത്. ജിയോഗ്രഫി ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ആ ടോപ്പിക്ക് മനസ്സിലാവണം. അത് നമ്മളോട് തന്നെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതൊന്ന് കാണാതെ പഠിക്കുക. ഹിസ്റ്ററി ഇതേപോലെ തന്നെ ഒന്ന് കാണാതെ പഠിക്കുക. ശേഷം അതൊരു ബുക്ക് അടിച്ചേക്കുക, ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക. അതിൽ നമ്മൾ കാണാതെ പഠിച്ച എന്താണോ ഉള്ളത് അത് അതേപോലെ പകർത്തി ചെയ്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെ സ്റ്റക്കായത്. അങ്ങനെയൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചാൽ നമുക്ക് കുറച്ച് പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ലാസ്റ്റിലേക്ക് നമ്മൾ അങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ബയോളജി ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ കൂടി ഞാൻ കുറേ ബ്രേക്കൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ലിസിൻ്റെ പുതിയ സോങ് കോച്ചിലയിൽ അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങനെ എടുക്കാനുണ്ട്. പിന്നെ മജ്ബൂർ അങ്ങനെ കുറേ സോങ്സൊക്കെ കേട്ടിരുന്നു കേട്ടോ. ബ്രേക്കിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കരുത്. സ്ക്രോൾ ചെയ്ത് കളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ മറക്കാൻ സാധ്യതയുണ്ട്. അതിന് പകരം ജസ്റ്റ് ഒന്ന് നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പത്തിന് ജിയോഗ്രഫി ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് നേരെ ബയോളജി പഠിക്കാമായിരുന്നു. ബയോളജി ഇതേപോലെ തന്നെ എല്ലാ ടോപ്പിക്കും മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു ഇതേപോലെ ഈ പറഞ്ഞ ടെക്നിക്കിലൂടെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മാർക്ക് കൂടുന്ന പോലെയൊക്കെ തോന്നിയത്. പിന്നെ നല്ല സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും പഠിക്കണം. കുറച്ചായിട്ട് പഠിച്ചാൽ SSLC സമയത്ത് നല്ല സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഒരു മിനിമം ഫോക്കസ് ആയിട്ട് 2 മണിക്കൂറിൽ നിങ്ങൾ ഇന്ന് പഠിക്കാൻ നോക്കുക. പിന്നെ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബറായിട്ട് നവാമി അങ്ങനെ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു 2 മണിക്കോ 5 മണിക്കൊക്കെ നീച്ച് മാത്സ് ഇങ്ങനെ പഠിക്കണമെന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷനായി. എനിക്ക് മാത്സ് നല്ല വീക്കാണ്. എനിക്ക് 15, 13, 20 മാർക്കുകളും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ദിവസം 1 മണിക്കൂർ മാത്സിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിക്കലുണ്ട്. പിന്നെ പഠിക്കാത്ത ടോപ്പിക്കൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.